നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട ഒരു ജീവനെ നശിപ്പിക്കുവാൻ നിയമസാധുത നൽകുന്ന ഈ ബില്ല് ഭാരതത്തിൽ നിലവിൽ വന്നിട്ട് 50 വർഷം തികയുകയാണ്. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ഈ നിയമത്തിൽ ഭേദഗതികൾ ഈ അടുത്ത നാളിൽ നടപ്പാക്കപ്പെട്ടു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കൊടും കുറ്റവാളിക്ക് പോലും അതിനെതിരെ അപ്പീൽ നൽകുവാൻ നിയമപരിരക്ഷ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് എന്തുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിലുള്ള നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ ദീനരോദനം നമ്മുടെ ഭരണാധികാരികൾക്ക് കേൾക്കുവാൻ സാധിക്കാതെ പോകുന്നത്? ഈ അവസരത്തിൽ ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു MTP ആക്ട് സമൂഹത്തിൽ വരുത്തിയ പ്രത്യാഘാതങ്ങൾ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കല്യാൺ രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് എലവുത്തിങ്കൽ, ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പിന്റെ ലീഡർ ശ്രീ എൽവിസ് കൊട്ടൂരാൻ, സോഷ്യൽ ആക്ടിവിസ്റ്റ് അനു ദേവരാജ്, പ്രോലൈഫ് പ്രവർത്തക ഡോക്ടർ സുമ ജിൽസൺ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ഡോക്ടർ ഫ്രാൻസിസ്, നമുക്കറിയാം 1971 ശേഷം അമ്മയുടെ ജീവന് ഹാനികരമാകുന്ന സാഹചര്യത്തിൽ ഒഴികെ ഗർഭചിത്രത്തിനെതിരെ കർശനമായ നിയമവ്യവസ്ഥകൾ ഈ നാട്ടിൽ നിലവിലുണ്ടായിരുന്നു. MTP ആക്ട് 1971 നിലവിൽ വന്നതിന് ശേഷമാണ് ഗർഭചിത്രം ഇത്രയധികം വ്യാപകമായി ഈ രാജ്യത്ത് നടമാടിയത്. എന്താണ് ഈ MTP ആക്ട്? ഈ ആക്ട് നടപ്പിലാക്കുവാൻ ഇടയായ സാഹചര്യം എന്താണ് ഫാദർ ഫ്രാൻസിസ്? നമുക്കറിയാം, ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ, പ്രത്യേകിച്ച് അബോർഷനെ സംബന്ധിക്കുന്നതായിട്ടുള്ളതുണ്ട്. ഇന്ത്യയില് ചരിത്രത്തിലേക്ക് നോക്കിയാൽ 1860-കളില് ഇൻഡ്യൂസ്ഡ് അബോർഷൻ ഇല്ലീഗലായിട്ട് ആണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അത് 1960-കളിലേക്ക് എത്തിയപ്പം, പ്രത്യേകിച്ചും ഇന്ത്യയുടെ പോപ്പുലേഷൻ അത് കൺട്രോൾ ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെ ഗവൺമെന്റ് സെൻട്രൽ പോപ്പുലേഷൻ പ്ലാനിംഗ് ബോർഡ് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിക്കുകയുണ്ടായി. അതിന്റെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് 1964 വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടായത്. അത് പിന്നീട് പഠിച്ച് ഒരു തീരുമാനമായിട്ട് വന്നത് 1971 ഓഗസ്റ്റ് 10 അന്ന് മുതലാണ് അതൊരു ആക്ടായിട്ട് മാറുക. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. ഈ ആക്ട് പ്രകാരം 2 വ്യവസ്ഥകളാണ് ഉണ്ടായത്. ഒന്ന്, 12 ആഴ്ചയുടെ താഴെയുള്ള പ്രഗ്നൻസി, ഭ്രൂണം, അത് ഇല്ലാതാക്കാനായിട്ട്, നശിപ്പിക്കാനായിട്ടുള്ള അനുവാദം ഒരു ഡോക്ടർക്ക് കൊടുക്കാനായിട്ടുള്ള അനുവാദം കൊടുത്തു. എന്നാൽ 12 ആഴ്ച മുതൽ 20 ആഴ്ച വരെയുള്ള പ്രഗ്നൻസി, ഗർഭം, അതില്ലാതാക്കാനായിട്ട് 2 ഡോക്ടേഴ്സിന്റെ ഒത്താശയോടുകൂടി ചെയ്യാമെന്നുള്ള നിയമം നിലവിൽ വന്നു. എന്നാൽ 2003-ലും 2002-ലും ഒക്കെ ചെറിയ ചെറിയ അമെൻഡ്മെന്റുകൾ ആ പറയുന്ന ആക്ടിന് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഈ വർഷം വീണ്ടും അത് 50-ാമത്തെ വർഷം ആചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് പുതിയ ഒരു അമെൻമെന്റോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. 2020 മാർച്ച് 16 ലോക്സഭയിലും പിന്നീട് 2021 മാർച്ച് മാസത്തില് രാജ്യസഭയിലും പിന്നീട് 25 മാർച്ച് 2021 പ്രസിഡന്റിന്റെ അനുവാദത്തോടുകൂടി നിയമമായിട്ട് പ്രാബല്യത്തിൽ വരുന്ന ആ ഒരു അമെൻഡ്മെന്റ് ആണ് നടന്നത്. അതുവഴി എന്താണ് സംഭവിച്ചത്? 2 ക്ലോസുകൾ നിലനിൽക്കുന്നു. ആദ്യത്തേത് 12 മാസത്തിന് താഴെ എന്നുള്ള 12 ആഴ്ചയ്ക്ക് താഴെ എന്നുള്ള ആ ഭാഗത്തെ 12 മുതൽ 20 വരെ ആഴ്ചയ്ക്കുള്ളിൽ എന്നാക്കി 2 ഡോക്ടർമാരുടെ അഭിപ്രായത്തോടു കൂടി 20 മുതൽ 24 വരെ ആഴ്ചയുള്ള ഗർഭത്തെ നശിപ്പിക്കാനായിട്ടുള്ള നിയമം ഭാരതത്തില് നിലവിൽ വന്നു. ഭാരത സഭയുടെയും ആഗോള സഭയുടെയും പ്രത്യേകമായിട്ടുള്ള
ഒരു പ്രോ ലൈഫ് ദിവസം എന്ന് നമ്മൾ പരിഗണിക്കുന്നത് കർത്താവിന്റെ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പ് കൊടുക്കുന്ന തിരുനാളാണ്. അത് 25th മാർച്ച് ആണ്. എന്തോ ഒരു കോയിൻസിഡൻസ് എന്ന് പറയാവുന്നത് പോലെ ആ ദിവസമാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഈ 50ാമത്തെ വർഷത്തില് അമെൻമെന്റിന് ഒപ്പ് വയ്ക്കുക. ഇത് തീർച്ചയായിട്ടും അപലപിക്കപ്പെടേണ്ടതാണ്. കത്തോലിക്ക സഭ പ്രത്യേകിച്ച് CBCയുടെ കീഴില് ഈ വർഷം ഓഗസ്റ്റ് വരുന്ന ദിവസങ്ങളിൽ ഓഗസ്റ്റ് 10-ാം തീയതി പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ഒക്കെ ഒരു ദിവസമാക്കി അന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൂട്ടായ്മകളിലൂടെ, ചർച്ച ക്ലാസ്സുകളിലൂടെ ഈ കാര്യത്തെ പറ്റിയുള്ള അവയർനെസ് സഭ എന്നും ജീവന് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ള ആ ഒരു വലിയ വാർത്തയും ബോധ്യവും മറ്റുള്ളവർക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഡിജിറ്റൽ ആയിട്ട്, പ്രത്യേകിച്ച് നമ്മളുടെ കൊറോണയുടെ സമയത്ത് നമുക്ക് അധികം മറ്റവസരങ്ങളില്ലാത്തത് കൊണ്ട് ഡിജിറ്റലായിട്ട് ഇക്കാര്യത്തെ പറ്റിയുള്ള അവയർനെസ് നൽകണമെന്നും പ്രത്യേകിച്ച് CBCയുടെ അധ്യക്ഷൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായും ഞാൻ തിരിച്ചു വരാം ഫാദർ ഫ്രാൻസിസ്. ശ്രീ എൽവിസ് കോട്ടൂരാൻ, ഈ MTP ആക്ട് നിലവിൽ വന്നതിന് ശേഷം അത് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ച, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആ ഒരു മൂല്യങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാടിൽ സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ശ്രീ എൽവിസ്? ഗർഭഛിദ്രം നമുക്കറിയാം, അതൊരു വലിയ തിന്മയാണ്. അത് ജീവനെതിരെയുള്ള ഏറ്റവും വലിയ കൊലപാതകം തന്നെയാണ്. അപ്പൊ ആ ഒരു പ്രവൃത്തി, ഏത് തിന്മ പ്രവൃത്തി ചെയ്താലും അതിന് പരിണിത ഫലങ്ങളുണ്ട്. അതെല്ലാ തലങ്ങളിലും പരിണിത ഫലങ്ങളുണ്ട്. അത് നമ്മുടെ വിശ്വാസമൊക്കെ അനുസരിച്ച് അത് ദൈവത്തിനെതിരായി ചെയ്യുന്ന നേരിട്ടുള്ളൊരു പ്രവൃത്തി ആയതുകൊണ്ട് അത് ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപയാലാണ് മനുഷ്യരൊക്കെ ജീവിക്കുന്നത്. ആ കൃപ തന്നെ ആദ്യം മനുഷ്യരിൽ നിന്ന് നഷ്ടമായിട്ട് പോവുകയാണ്. അതിനെ തുടർന്ന് ആ ദൈവകൃപയാൽ ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. അത് കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ അത് മനുഷ്യന്റെ ആത്മീയ തലത്തില്, മാനസിക തലത്തില്, കുടുംബങ്ങള് തമ്മിലുള്ള ബന്ധങ്ങള്, ഈവൻ ശാരീരികം, സാമ്പത്തികം, എല്ലാ മേഖലകളിലും അതിൻ്റെതായ ഫലങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് വിശദമായിട്ട് പറഞ്ഞാൽ എല്ലാ തലങ്ങളിലും ഒരു ജീവൻ എടുക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കുടുംബങ്ങളില് തിന്മ വർദ്ധിക്കുന്നു, ബന്ധങ്ങളില് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെയാണ് പരിണിതഫലം ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഒരു സാധനം പറയാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, എല്ലാ ലോകരാജ്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇന്ന് ലോകത്തിലെ ഒരു വലിയ പ്രശ്നമാണ് ഈ ജനസംഖ്യയുടെ ഒരു വലിയ കുറവുണ്ട്. നമ്മൾ ജനസംഖ്യ കൂടുന്നു പറയുമെങ്കിലും ജനസംഖ്യയുടെ കുറവാണ്. വലിയൊരു ശതമാനം കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുകയാണ്. ഏകദേശം ഒരു കണക്കൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കണക്കനുസരിച്ച് ഒരു മിനിറ്റിൽ 130ഓളം കുഞ്ഞുങ്ങൾ ഈ ഒരു ആക്ട് പ്രകാരം വധിക്കപ്പെടുകയാണ് ലോകത്ത്. അപ്പൊ ഇത്രയും സാധ്യതകളാണ് ലോകത്തിലേക്ക് വരാൻ. ഓരോ കുഞ്ഞും ഒരു മനുഷ്യനൊരു സാധ്യതയാണ്, അനന്ത സാധ്യതയാണ്. ഈ സാധ്യതകളൊക്കെ നഷ്ടപ്പെടുകയാണ് ലോകത്തിൽ. അതൊരു വശത്ത്. രണ്ട്, ഇതൊരു തിന്മയായതുകൊണ്ട് തന്നെ ആ എവറി ആക്ഷൻ ഹാസ് ഗോട്ട് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വലന്റ് റിയാക്ഷൻ. അതിന്റെ ഒരു പരിണിത ഫലമുണ്ട്. അത് നന്മ ചെയ്താലുണ്ട്, തിന്മ ചെയ്താലും. ഈ തിന്മയുടെ ഫലമായിട്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയാണ്. അതൊരു സ്ത്രീയുടെ മാനസിക നിലത്തിലും ശാരീരിക തലത്തിലൊക്കെ ഇതിന് പലവിധ കോൺസിക്വൻസസ് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാനമായി സാമ്പത്തിക മേഖലയിൽ വളരെ പ്രസക്തമാണ്. ശ്രീ എൽവിസ് പറഞ്ഞതുപോലെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഡോക്ടർ സുമ ജേക്കബ്, അങ്ങൊരു പീഡിയാട്രീഷ്യനാണ്, ഡോക്ടറാണ്, ഒരു പ്രോ ലൈഫ് ആക്ടിവിസ്റ്റ് കൂടിയാണ്. പലപ്പോഴും ഈ നിയമത്തെ അനുകൂലിക്കുന്നവർ വളരെ നിസ്സാരമായാണ് ഈ ഗർഭചിത്രം എന്ന ആ ഒരു കൊലപാതകത്തെ കാണുന്നത്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഈ ഗർഭചിത്രത്തിന്റെ ഭീകരത അങ്ങൊന്ന് വിവരിക്കാം. MBBS പഠനകാലത്ത് ഹൗസ് റെൻസി സമയത്താണ് ഞങ്ങൾ ധാരാളം അബോർഷൻ കാണാനിടയായിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെ ഒരു യൂണിറ്റ് ഗൈനക്കോളജി വിഭാഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജിലും അങ്ങനെയുണ്ട്. നമ്മൾ ചില കേസുകളിൽ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ച് അബോർഷൻ ചെയ്യുന്നു. മറ്റുള്ള ചില കേസുകളിൽ ഉള്ളിലേക്ക് മരുന്ന് വെച്ച് ഗർഭപാത്രം വികസിപ്പിച്ച് കുഞ്ഞിനെ എടുത്തു കളയുന്നു. ചില സ്ഥലങ്ങളിൽ അത് ചുരണ്ടിയെടുക്കുന്നു, ചിലത് വലിച്ചെടുക്കുന്നു.
ചിലത് ഉപ്പുലായനി പോലെയുള്ള വിഷമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് നിക്ഷേപിച്ച് ആ കുഞ്ഞിന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി ആ ഗർഭസ്ഥ ശിശുവിനെ ആ ഉൾഭാഗത്ത് വെച്ച് തന്നെ, അതായത് ഗർഭപാത്രത്തിന്റെ ഉള്ളറയിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ നശിപ്പിക്കുകയാണ്. ഇപ്പൊ സെലക്റ്റീവായിട്ട് അബോർഷൻ ചെയ്യാം. 4-5 കുഞ്ഞുങ്ങൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടെങ്കിൽ അതിലെ 2-3 കുഞ്ഞുങ്ങളെ മാത്രം ജീവിക്കാൻ അനുവദിക്കാം, ബാക്കി കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാം. സെലക്റ്റീവായിട്ട് അതിന് ഫീറ്റൽ റിഡക്ഷൻ എന്നൊരു ഓമനപ്പേരിട്ട് വിളിക്കും, അബോർഷൻ എന്ന് പറയില്ല. അത് 4, 5 അല്ലെ 6, 8 ഒക്കെ കുഞ്ഞുങ്ങളെ കൃത്രിമ ഗർഭധാരണ രീതിയിൽ ഉള്ളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത്രയും കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഗർഭപാത്രം വഹിക്കില്ല എന്നുള്ള ആ ഒരു അസംഷനിൽ അതിലെ ഒരു 3 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും ചില പ്രത്യേക മരുന്നുകൾ ഹൃദയത്തിലേക്കൊക്കെ കുത്തിവെച്ച് ഹൃദയത്തിന്റെ സ്തംഭനം ഉണ്ടാക്കി, അതായത് ഹൃദയമിടിപ്പ് നിർത്തലാക്കി ആ കുഞ്ഞുങ്ങളെയൊക്കെ അബോർട്ട് ചെയ്യുക. അതായത് ഒരു മുറിയിൽ കിടക്കുന്ന കുഞ്ഞ് അല്ലെ ഒരു അറയിൽ കിടക്കുന്ന കുഞ്ഞ് മരിക്കുന്നു, തൊട്ടിപ്പുറത്തെ അറയിലെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു, അതിന് ഇപ്പുറത്തെ അറയിലെ കുഞ്ഞ് ചിലപ്പോൾ ജീവിച്ചിരിക്കും. അങ്ങനെ ഒരു കിരാതമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. നമ്മുടെ 1971-കളിലൊന്നും IVF അല്ലെങ്കിൽ കൃത്രിമ ഗർഭധാരണം ഒന്നും ഇത്ര വ്യാപകമല്ല. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ഗർഭപാത്രത്തിൽ സാധാരണ രീതിയിൽ നേരത്തേക്ക് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിലുണ്ടെന്ന് അറിഞ്ഞു, അതിനെ അബോർട്ട് ചെയ്യുന്നു. ട്വിൻസ് ആണെങ്കിലും ചിലപ്പോൾ അപൂർവം ചില അവസ്ഥകളിൽ ട്വിൻസ് ആയിരിക്കാം. സാധാരണ രീതിയിൽ ഒരു കുഞ്ഞായിരിക്കും അബോർഷൻ ആക്കുന്നത്. ഇന്ന് സ്ഥിതി അത് കുറെ കൂടി ഡെവലപ്ഡ് ആയെന്ന് വേണേൽ പറയാം. ഇൻവേർട്ടഡ് കോമയിൽ വേണം അത് പറയാനായിട്ട്. ഫീറ്റൽ റിഡക്ഷൻ എന്നുള്ള തിന്മയില് 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഒരേ സമയം അബോർട്ട് ചെയ്യുകയും ബാക്കിയുള്ള 2 കുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യാം. അതായത് നമ്മളൊരു ഹോസ്റ്റൽ ഒരു റൂമിൽ താമസിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇടയ്ക്ക് 2 റൂമുകളിൽ ജീവിക്കാൻ അനുവദിക്കുന്നു, അതിന്റെ അപ്പുറത്ത് 2 ഡെഡ് ബോഡികൾ കിടക്കുന്നു, അതിന് തുല്യം. എന്നിട്ട് ഈ മരിച്ച കുഞ്ഞ് അപ്പുറം ഇപ്പുറം കിടക്കുകയാണ്, അതിനെ തന്നെയായിട്ട് ചുരണ്ടിയെടുത്ത് കളയാനൊന്നും നിർവാഹമില്ല. അപ്പൊ അത് അവിടെ കിടന്ന് കരിഞ്ഞ് ഉണങ്ങി അത് അബ്സോർബ് ചെയ്ത് അങ്ങ് പോവുകയാണ്. ഈ മരിച്ച കുഞ്ഞുങ്ങളുടെ അടുത്താണ് ഈ ജീവനുള്ള കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. അപ്പൊ ഒരേ സമയത്ത് കുറെ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയും കുറച്ച് കുഞ്ഞുങ്ങളെ കൊല്ലാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ ഏത് കുഞ്ഞുങ്ങൾ ജീവിക്കണം, ഏത് കുഞ്ഞുങ്ങൾ മരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഈ ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ ഒരു കൊലപാതകം ചെയ്യാൻ തയ്യാറാണ്. ഒരു ഡോക്ടർ ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ 10 ഫീറ്റൽ റിഡക്ഷൻ വരെ ഒരേ സമയം ഒരേ സിറ്റിങ്ങിൽ ചെയ്തിട്ടുണ്ട്. വളരെ അഭിമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കത് കേട്ട് വളരെയേറെ വിഷമം തോന്നി. കാരണം ഞാൻ ഒറ്റയടിക്ക് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലെ 10 കുഞ്ഞുങ്ങളെ അൾട്രാസൗണ്ടിന്റെ ഒക്കെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് ഏത് കുഞ്ഞുങ്ങളെയൊക്കെ ജീവിക്കേണ്ടത് തീരുമാനിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഫീറ്റസിലേക്ക് മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് ഞാൻ കൊന്നു കളഞ്ഞുവെന്ന്. എന്ത് ലാഘവത്തോടെയാണ് ഇന്ന് ഡോക്ടർമാർ ഇതൊക്കെ പറയുന്നത്. ഞങ്ങൾ MBBS കഴിഞ്ഞ് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ചടങ്ങൊക്കെ നടത്തും, ഗ്രാജുവേഷൻ സെറമണി. അപ്പൊ ഹിപ്പോക്രാറ്റ്സ് ഓത്ത് എന്ന് പറയുന്ന ഒരു പ്രതിജ്ഞയൊക്കെ നമ്മൾ ചെല്ലും. നമ്മുടെ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മുമ്പിൽ വളരെ അഭിമാനത്തോടെ നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പ്രതിജ്ഞയാണിത്. ഒരു മനുഷ്യ വ്യക്തിയെ അതിന്റെ ഗർഭധാരണ നിമിഷം മുതൽ മരണം വരെ നമ്മൾ പൂർണ്ണമായിട്ടും സ്നേഹിക്കും, ഉൾക്കൊള്ളും, അതിന്റെ ജീവനെ കെയർ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ ആ വാക്ക് കൊടുക്കുന്നത്. അതിനുശേഷം പുറത്തിറങ്ങി കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, കാരണം നമ്മൾ തന്നെ സ്വയം ജഡ്ജ് ചെയ്യും ഏതൊക്കെ കുഞ്ഞുങ്ങൾ ജീവിക്കണം, ഏതൊക്കെ കുഞ്ഞുങ്ങൾ ജീവിക്കണ്ട. ഇപ്പൊ പലപ്പോഴും പേരൻസ് അല്ലെങ്കിൽ അൺമാരീഡ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഡോക്ടേഴ്സിന്റെ അടുത്തോട്ട് എത്തും, ഞങ്ങൾക്ക് ഈ ഗർഭാവസ്ഥ വേണ്ട, അതൊന്ന് ടെർമിനേറ്റ് ചെയ്ത് തരണം, നിർത്തി തരണം, അല്ലെങ്കിൽ അബോർഷൻ ആക്കി തരണം. ഈ റിക്വസ്റ്റുമായിട്ട് ധാരാളം ആൾക്കാർ വരികയാണ്. അപ്പൊ ഭൂരിഭാഗം ഡോക്ടേഴ്സും ഇത് ചെയ്തു കൊടുക്കും. വളരെ കുറച്ച് ജീവനെ സ്നേഹിക്കുന്ന ഡോക്ടേഴ്സ് മാത്രമേ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യാറുള്ളൂ. ആ ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ അബോർഷനെ വളരെയേറെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അപൂർവം ചില കാത്തലിക് ഹോസ്പിറ്റലുകൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അബോർഷൻ നിർബാധം തുടരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെ അങ്ങ് മഹത്വവൽക്കരിക്കുകയാണ്. ആ കുഞ്ഞിനെ കുഴപ്പമുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ പ്രശ്നമുള്ള കുട്ടിയാണ്. 1970-കളിലൊന്നും സ്കാനിങ് ഇത്രയില്ല. വളരെ അപൂർവമായിട്ട് വലിയ വലിയ സെന്ററുകളിലെ അന്ന് സ്കാനിങ് ഉള്ളൂ. ഇന്ന് 1980-കളിലും 90-കളിലായപ്പോൾ വലിയ നമ്മുടെ കേരളത്തിലും പല സെന്ററുകളിലും സ്കാനിങ് സംവിധാനങ്ങളൊക്കെ തുടങ്ങി. ഇപ്പോൾ ഏത് നാട്ടും പ്രദേശത്തും ഏത് കുഗ്രാമത്തിൽ പോലും ഏത് ഹോസ്പിറ്റലും സ്കാനിങ് സൗകര്യമുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളുടെയൊക്കെ അബ്നോർമാലിറ്റീസ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ അടുത്തോട്ട് ചെല്ലും. ഡോക്ടറും പറയും കുഴപ്പമുള്ള കുഞ്ഞല്ലേ, നമുക്ക് ഇതിനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്തേക്കാം. അപ്പൊ ഈ ഡോക്ടർ പറയും, അപ്പം രോഗി ചോദിക്കും, ഡോക്ടറെ ഇത് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ആരോഗ്യമുള്ള കൊച്ചിനെ കിട്ടില്ലേ എന്നുള്ള പ്രതീക്ഷയുള്ള അവർക്കുണ്ടാകുന്നു. അപ്പൊ അവരങ്ങനെ ചോദിക്കും, ഈ കുഴപ്പമുണ്ട് എന്ന് ഡോക്ടർമാർ കൽപ്പിച്ച ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനായിട്ട്
ആ ഗൈനക്കോളജിസ്റ്റും കൂടി സഹായിക്കുന്നു, അങ്ങനെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നു. Yes. ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് അടുത്ത് ജനിക്കാൻ പോകുന്ന കുട്ടി തീർച്ചയായിട്ടും 100% നോർമലാണ്, ഒരു കുഴപ്പമില്ല, നല്ലൊരു കുഞ്ഞിനെ ഈ സ്ത്രീ ഉടനെ തന്നെ പ്രസവിക്കും, അല്ലെ 1-2 വർഷങ്ങൾക്ക് ശേഷം പ്രസവിക്കും എന്നൊരു ഗ്യാരണ്ടി കൊടുത്ത് ഇപ്പം വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ അബോർട്ട് ചെയ്യാനായിട്ട് ആർക്കാണ് സാധിക്കുന്നത്? ഞാൻ തിരിച്ചു വരാം ഡോക്ടർ സുമ. അനു ദേവരാജ്, ഈ ഗർഭചിത്രത്തെ അനുകൂലിക്കുന്ന പലരും ഉയർത്തുന്ന ഒരു വാദഗതിയാണ്, എൻ്റെ ശരീരമാണ്, ഈ ശരീരത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അവകാശമുണ്ട്. ഡോക്ടർ സുമോ പറഞ്ഞതുപോലെ ഈ അബോർഷൻ്റെ ഒരു ഭീകരതയെ പറ്റി ഡോക്ടർ സുമോ വിവരിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു സ്വന്തം ശരീരത്തിലുള്ള ഒരു അവകാശം സംരക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ഉദരത്തിൽ വളരുന്ന ഒരു കുഞ്ഞിനെ നശിപ്പിച്ചുകൊണ്ടാണോ ആ ഒരു അവകാശം സംരക്ഷിക്കേണ്ടത്? അനു ദേവരാജ്. പറഞ്ഞു തുടങ്ങുമ്പോൾ പറയേണ്ടുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഈ മെഡിക്കൽ MTP ആക്ട് 1971 വന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഈ പറഞ്ഞ കണക്ക് ഈ 1971 മുമ്പ് ഇവിടെ അബോർഷൻ ഇല്ലാതിരിക്കുകയും 1971 ശേഷം അബോർഷൻ കൂടുകയല്ല ചെയ്തത്. 1964 ജസ്റ്റിസ് ഷായുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അപ്പോൾ അന്ന് ഒരു പഠനം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ഷായുടെ ഫൈൻഡിങ്സ് അല്ല, പഠനം ഉണ്ടായിരുന്ന വെച്ചാൽ ഒരു ദിവസം ഇന്ത്യയിൽ 15ഓളം സ്ത്രീകൾ അൺസേഫ് ആയിട്ടുള്ള അബോർഷൻ മെത്തേഡ്സ് കാരണം മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റിസ് ഷാ കമ്മിറ്റി 1964 രൂപീകരിച്ചു. ജസ്റ്റിസ് ഷാ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം 6.5 മില്യൺ അബോർഷൻ അന്ന് 64 ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിൽ 2.6 മില്യൺ നാച്ചുറൽ അബോർഷനും 3.9 ഇൻഡ്യൂസ്ഡ് അബോർഷനുമായിരുന്നു. 1964 കഥയാണ്. അന്ന് അബോർഷൻ ലീഗലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ മിക്കവാറും അന്ന് ലീഗലൈസ് ചെയ്തിട്ടില്ലാത്ത കാരണം തന്നെ ഈ ആൾക്കാരൊക്കെ പോകുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള സെന്റേഴ്സിലാണ്, അൺസേഫ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ്. ഇന്ത്യയിൽ ഇന്നും മെറ്റേണൽ ഡെത്ത്സിന്റെ 3ാമത്തെ റീസൺ അൺസേഫ് ആയിട്ടുള്ള അബോർഷൻ ആണ്. അപ്പോൾ അന്ന് MTP ആക്ട് നിലവിൽ വരാത്ത അബോർഷൻ പൂർണ്ണമായും ഇല്ലീഗൽ ആയിരുന്ന ഒരു കാലത്ത് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 6.5 മില്യൺ എന്നുള്ള ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ അതല്ല, ശരിക്കും പറഞ്ഞാൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ള കണക്ക് മാത്രമാണ്. 2015 ലാൻസെറ്റിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ലാൻസെറ്റ് മാഗസിൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്ത് മെഡിക്കൽ ബുള്ളറ്റിനിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള മാഗസീനാണ് ലാൻസെറ്റ്. ലാൻസെറ്റിന്റെ 2015 റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിൽ ഒരു വർഷം 15.6 മില്യൺ അബോർഷൻ നടക്കുന്നുണ്ട്. അതിൽ 22% മാത്രമാണ് സേഫ് ആയിട്ടുള്ള അബോർഷൻ മെത്തേഡ്സ് നടക്കുന്നത്. ബാക്കി 78% അബോർഷൻസ് അൺസേഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് അപ്പോ നിയമം ഉണ്ടെങ്കിലും നിയമം ഇല്ലെങ്കിലും ആൾക്കാർ അബോർഷൻ ചെയ്യും. അതിനകത്ത് തർക്കമൊന്നുമില്ല. അതിനകത്ത് പല റീസൺസ് ഉണ്ട്. അന്ന് ജസ്റ്റിസ് ഷാ പഠിച്ചപ്പോ സോഷ്യൽ, എക്കോണമിക്കൽ, പൊളിറ്റിക്കൽ, മെഡിക്കൽ, അങ്ങനെ പല തരത്തിലുള്ള പല ആംഗിൾസിലുള്ള പഠനങ്ങളായിരുന്നു ജസ്റ്റിസ് ഷാ ചെയ്തിരുന്നത് 1964. അപ്പോ എല്ലാ തരത്തിലും ആൾക്കാർ അബോർഷൻ ചെയ്യുമ്പോൾ അബോർഷൻ ചെയ്യാൻ ആൾക്കാർ അനുദേവരാജ്, അങ്ങ് പറഞ്ഞായിട്ട് ഒരു കാര്യം ഒന്ന് വ്യക്തത വരുത്തുവാൻ ചോദിക്കുകയാണ്. അത് നിയമപരമായി അംഗീകാരം നൽകിയതിനു ശേഷം അത് കൂടുതൽ സ്പ്രെഡ് ആവാനുള്ളൊരു സാഹചര്യമല്ലേ ആ ഒരു നിയമം വരുത്തി വെച്ചത്? അതിനുശേഷം നിയമം വന്നത് കാരണം 1964 പോപ്പുലേഷൻ അല്ല ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ. 1964 ജസ്റ്റിസ് ഷാ പഠിക്കുമ്പോൾ 6.4 മില്യൺ അബോർഷൻ ഒരു വർഷം ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ളതാണ് പഠനം. ഇന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന അബോർഷൻ 2020 10 മില്യണിന് താഴെയാണ് ഇന്ത്യയിൽ. 1964 2020 തമ്മിലുള്ള പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ 2021 അമെന്റ്മെന്റ്, രാഷ്ട്രപതി ഒപ്പിട്ട അമെന്റ്മെന്റ്, ഇന്ത്യയിൽ ഓൾറെഡി 2020 വരെ, 2020 ഈ നിയമം ലോക്സഭയിൽ ചർച്ചയ്ക്ക് വെക്കുന്നത്. അതുവരെയും 20 ആഴ്ച വരെ അബോർഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു കുട്ടികൾക്ക്. പല സാഹചര്യങ്ങൾ, എല്ലാവർക്കും ചെന്ന് അബോർഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. പല സാഹചര്യങ്ങളിൽ 20 ആഴ്ച വരെ അബോർഷൻ നടത്തി കൊടുക്കാറുണ്ട്. 2019 ചെന്നൈ ഹൈക്കോടതി അനു ദേവരാജ്, ഒരു കാര്യം നമുക്കറിയാം, ഈ 20 ആഴ്ച എന്ന ഒരു അവസ്ഥ, അവിടെ ഒരു കുഞ്ഞ് രൂപം കൊള്ളുവാണ്, അതൊരു ജീവൻ തന്നെയല്ലേ? ആ ഒരു ഇപ്പൊ 24 ആഴ്ചയിലേക്ക് നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് പറഞ്ഞത്. 24 ആഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല. 20 ആഴ്ചയ്ക്ക് ശേഷം 20 മുതൽ 24 ആഴ്ച വരെ ആർക്കൊക്കെ അബോർഷൻ ചെയ്യാം എന്ന് വ്യക്തമായി നിയമത്തിൽ പറയുന്നുണ്ട്. 1 റേപ്പ് വിക്ടിംസ്, 2 സെക്ഷൽ അബ്യൂസിന് വിധേയമായ ആൾക്കാർ, 3 മൈനർ ആയിട്ട് പ്രഗ്നന്റ് ആയ ആൾക്കാർ. കാരണം ഈ നിയമ ഭേദഗതി വരാനുള്ള കാരണം 2019 ചെന്നൈ ഹൈക്കോടതി, കാരണം 20 ആഴ്ച കഴിഞ്ഞാൽ അബോർഷൻ ചെയ്യണമെങ്കിൽ കോടതിയുടെ അനുവാദം വേണം. 2019 ചെന്നൈ ഹൈക്കോടതിയിൽ റേപ്പ് ചെയ്യപ്പെട്ട് പ്രഗ്നന്റ് ആയ ഒരു കുട്ടി അപ്പീൽ കൊടുത്തിട്ട് ഈ സമയത്തിന് വിധി വരാത്തത് കൊണ്ട് മാത്രം ആ കുട്ടി പ്രസവിക്കേണ്ടി വന്നു. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് റേപ്പ് ചെയ്യപ്പെടുകയോ സെക്ഷൽ അബ്യൂസിന് വിധേയമാകുകയോ അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള കുട്ടികളോ കൺസീവ് ചെയ്താൽ
പ്രഗ്നന്റ് ആയാൽ 24 ആഴ്ച വരെ അബോർഷൻ ചെയ്യാം എന്നൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നത്. അത് എല്ലാവർക്കും അല്ല. ആ 20 കൊണ്ടുവന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ കോൺട്രാസെപ്ഷൻ ഫെയിലിയർ എന്ന് പറയുന്ന സംഭവം, കോൺട്രാസെപ്ഷൻ ഫെയിലിയർ കാരണം പ്രഗ്നൻസി ഉണ്ടായാൽ 20 ആഴ്ച വരെ മാരീഡ് കപ്പിൾസിനായിരുന്നു മുമ്പ് അബോർഷൻ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ അത് അൺമാരീഡ് കപ്പിൾസിനോട് ആക്കിയിട്ടുണ്ട്. ആ ഒരു നിയമ ഭേദഗതി മാത്രമേ 20 ആഴ്ചയുടെ താഴെ വന്നിട്ടുള്ളൂ. ബാക്കി 24 ആഴ്ച എന്ന് പറയുന്നത് ഈ ക്ലോസ് ആണ്. അത് വളരെ വളരെ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. റേപ്പ് ചെയ്യപ്പെടുക, സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെടുക. ഞാൻ തിരിച്ചു വരാം അനു ദേവരാജ്. ശ്രീ എൽവിസ്, അനു ദേവരാജ് പറഞ്ഞ ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അത് വരാനിടയായ ഒത്തിരി സാഹചര്യങ്ങൾ വിവരിച്ചു. പ്രത്യേകിച്ച് ഈ കോൺട്രാസെപ്ഷൻ ഫെയിലിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ നിയമം പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ വിവരിച്ചു, പക്ഷേ ഈ നിയമം പലപ്പോഴും ദുരുപയോഗിക്കപ്പെടുന്നില്ലേ ശ്രീ എൽവിസ്? തീർച്ചയായും. കാരണം ആൾക്കാരെ സംബന്ധിച്ച് ഇതിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ക്ലോസസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാകുന്നത്. സാധാരണ ഒരു ജനത്തെ സംബന്ധിച്ച് ഇറ്റ് ഈസ് എ ലൈസൻസ് ടു കിൽ എന്നുള്ളതാണ്, അല്ലാണ്ട് ആ ക്ലോസസ് ആരും നോക്കുന്നില്ല. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചത് ഇങ്ങനെ ചില ക്ലോസുകൾ, ചെറിയ ക്ലോസുകൾ അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മൾ ലോകത്തോട് പറയുന്ന ഒരു സാധനം ഇറ്റ് ഈസ് ലീഗലൈസ് എന്നുള്ളതാണ് വായിക്കുന്നത്. അപ്പൊ ഈ ക്ലോസ് സ്റ്റഡി ചെയ്തിട്ടല്ലല്ലോ ആൾക്കാർ ഇതിന് ചെല്ലുന്നത്. ഇറ്റ് ഈസ് ഇന്ത്യയിൽ അബോർഷൻ ഇന്ന രീതിയിൽ ലീഗലൈസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈസൻസ് ആണ്. അത് ഇവരെ പഠിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കിയൊരു വലിയ ശതമാനം മനുഷ്യര് ഇത് മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇതൊരു ലൈസൻസ് കിട്ടുക. അപ്പൊ എനിക്കിപ്പോ ഇൻ കേസ് എൻ്റെ ഒരു അവിഹിതമായ ജീവിത രീതി കൊണ്ട് ഒരു കുട്ടി ഉണ്ടായെങ്കിൽ തന്നെ അതിനെ കളയാനായിട്ടുള്ള എനിക്ക് ഒരു മടിയുമില്ല. ഒരു തെറ്റും അതിൻ്റെ അകത്ത് കാണാത്ത രീതിയിൽ അതിന്റെ തെറ്റിന്റെ വശത്തെ അങ്ങ് ലീഗലൈസ് ചെയ്യാം. ലോകത്ത് മുഴുവൻ നടക്കുന്നത് അങ്ങനെയാണ്. ഒരു കാലത്ത് തെറ്റാണ് തിന്മയാണെന്ന് പറഞ്ഞതൊക്കെ ഇന്ന് നമ്മൾ ഓരോ കാരണം വെച്ച് അതിനെ ന്യായീകരിക്കാം. അങ്ങനെ അതിനെല്ലാം ശരിയാക്കി കൊണ്ടുവരണം. അപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഫാദർ ഫ്രാൻസിസ്, കാര്യം ഇപ്പോൾ നിലവിലത്തെ നിയമ ഭേദഗതി അനുസരിച്ച് 24 ആഴ്ച വരെ ഉദരത്തിലുള്ള ഒരു കുഞ്ഞിനെ നശിപ്പിക്കാം. അതിനു മുമ്പ് 20 ആഴ്ച വരെ അതിനുള്ളൊരു പെർമിഷൻ ഉണ്ടായിരുന്നു. ജീവന്റെ രൂപീകരണത്തെ സംബന്ധിച്ച് സഭയുടെ കാഴ്ചപ്പാട് എന്താണ് ഫാദർ ഫ്രാൻസിസ്? നമുക്കറിയാവുന്നതുപോലെ സഭ ഒരു പ്രോ ലൈഫ് ചിന്താഗതിയാണ് എന്നും പുലർത്തിയിട്ടുള്ളത്. ഗർഭധാരണത്തിന്റെ ഏത് ഘട്ടത്തിലായാലും ഒരു ഉദരത്തിൽ വളരുന്നത് ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് ആ വ്യക്തിയെ ഇല്ലാതാക്കുന്നത് കൊല്ലരുത് എന്ന ദൈവകൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള പാപമാണ്. അപ്പോൾ അതൊരു കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റേജിലായാലും ഒരു ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കുന്നത് സഭ അംഗീകരിക്കുന്നില്ല. ഗർഭസ്ഥ ശിശുവിനെ പൂർണ്ണമായിട്ടും വ്യക്തിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ആ ഗർഭത്തെ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് സഭ എന്നും പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കാരണങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ്. ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവം ഒരു വ്യക്തിയെയും ഇല്ലാതാക്കുക, നശിപ്പിക്കുക എന്നുള്ളത് അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ജീവനെ പറ്റിയുള്ള കാര്യം പറയുമ്പോൾ അത് അബോർഷൻ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളോട് നമുക്കറിയാം. ഇപ്പോൾ ദയാവധം അല്ലെങ്കിൽ സൂയിസൈഡ് ഹെൽപ്ഡ് ബൈ സംബഡി എൽസ്, ഒരാള് സഹായിച്ചുകൊണ്ട് നടത്തുന്ന ആത്മഹത്യ, അതല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഒരാളെ ഡെത്ത് പെനാൽറ്റി എന്നൊക്കെ പറയുന്നത്, യുദ്ധം, ഈവൻ ദരിദ്രരായിട്ടുള്ള കുട്ടികൾ മാൽന്യൂട്രീഷനോടുകൂടി മരിക്കുന്നതൊക്കെ സഭ അപലപിക്കുന്ന കാര്യമാണ്, ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് മനുഷ്യവംശത്തിന്റെ. അതുകൊണ്ട് തന്നെ എന്നും ഒരു ജീവനെ ബഹുമാനിക്കണം, ആദരിക്കണം. അത് ആദ്യത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ ആ ജീവനെ സംരക്ഷിക്കണം. അതിനുള്ള ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കള്, ഡോക്ടർമാര്, സാമൂഹ്യ പ്രവർത്തകര് എല്ലാം അത് ചെയ്യണം എന്നുള്ളതാണ് സഭ ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ, ജീവന്റെ ആരംഭം മുതൽ അവസാനം വരെ ജീവനെ സംരക്ഷിക്കണം എന്നതാണ് സഭയുടെ നിലപാട്, വ്യക്തമാണ്. ഡോക്ടർ സുമാ ജിൽസൺ, നേരത്തെ അനു ദേവരാജ് ഇവിടെ സൂചിപ്പിച്ചു ഗർഭചിത്രത്തിന് അനുവദനീയമായ ചില സാഹചര്യങ്ങളെ പറ്റി. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ താങ്കളുടെ നിലപാട്, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ താങ്കളുടെ നിലപാട് എന്തായിരിക്കും? ഈ ഗർഭചിത്രത്തിന് വരുന്ന സാധാരണ ഇന്ന് കൂടുതൽ വരുന്നതും മാരീഡ് ആയിട്ടുള്ളവരാണ്, മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് വരുന്നത് മിക്കവാറും കേസുകളിലൊക്കെ. വളരെ അപൂർവമായിട്ട് അൺമാരീഡ് ആയിട്ടുള്ള പെൺകുട്ടികളും ഗർഭചിത്രത്തിനായിട്ട് കടന്നു വരാറുണ്ട്.
പലപ്പോഴും അവരെ വിവാഹം ചെയ്യാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലായിരിക്കും അവര് ശാരീരികമായ റിലേഷൻ ഉണ്ടാകുകയും ഗർഭിണിയാകുകയും ചെയ്യുന്നത്. പിന്നീട് ഗർഭിണിയായി 3-4 മാസമായി ആയി കഴിയുമ്പോഴായിരിക്കും ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു ബോധ്യം പെൺകുട്ടിക്ക് എത്തുന്നത്. ആ സമയത്ത് ചിലപ്പോൾ അവർ കംപ്ലൈന്റ് ചെയ്യും, ഇല്ലെങ്കിൽ 3 മാസം 4 മാസം ഒക്കെ ആകുമ്പോഴായിരിക്കും ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തുന്നത്. ഇപ്പോഴത്തെ ഈ MTP ആക്ട് കുറച്ചുകൂടി നീട്ടിയത് കാരണം 5 മാസമായ ഒരു കുഞ്ഞിനെയും കൂടി അബോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് ഡോക്ടേഴ്സിന് വന്നിരിക്കുന്നത്. ആ പ്രായത്തിലും കുഞ്ഞിനെ കൊല്ലാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം വഴി സാധിക്കുന്നത്. ഞാനൊരു പീഡിയാട്രീഷ്യനാണ്, നവജാത ശിശുക്കളെ പരിചരിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. ഇന്ന് കേരളത്തിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ 5 മാസമായ കുഞ്ഞുങ്ങളെ വരെ രക്ഷിക്കാൻ രീതിയിൽ നമ്മുടെ നവജാത ശിശു വിഭാഗം അത്രയേറെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ നവജാത ശിശു വിഭാഗം ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ 5 മാസമായ ഒരു കുഞ്ഞിനെ എത്ര പണം മുടക്കിയും എത്ര റിസ്ക് എടുത്തും ചികിത്സിക്കാനായിട്ട് പേരൻസ് തയ്യാറാണ്. ആ കുഞ്ഞുങ്ങളെ നമ്മൾ പരിചരിക്കുന്നു, രക്ഷപ്പെടുന്നു. നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നു. ചിലപ്പോൾ ലക്ഷങ്ങൾ ചെലവ് വന്നേക്കാം. എന്നിരുന്നാലും ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ മിക്കവാറും കാണുന്ന, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പേപ്പറിലൊക്കെ കാണുന്ന ഒരു വാർത്തയുണ്ട്, 475 ഗ്രാമിൽ ജനിച്ച കുട്ടി ഇന്ന ആശുപത്രിയിൽ നിന്ന് മാസം തികയാതെ പ്രസവിച്ചു, നവജാത ശിശു വിഭാഗത്തിൽ പരിചരിച്ചു, അവസാനം ഡിസ്ചാർജ് ആയി ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലെ അതോറിറ്റികളും ഡോക്ടറും പേരൻസും നിന്ന് കേക്ക് മുറിച്ച് സന്തോഷത്തോടെ അവരെ യാത്രയാക്കുന്ന ഫോട്ടോ നമ്മൾ മിക്കവാറും പത്രങ്ങളിൽ കാണും. ഇതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ അബോർഷനും വിധിക്കുന്നു. അതായത് ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന് പറഞ്ഞതുപോലെ 5 മാസമായ ഒരു കുട്ടിയെ ചികിത്സിച്ച് ജീവനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഡോക്ടേഴ്സും നഴ്സസും അഹോരാത്രം കഷ്ടപ്പെടുമ്പോൾ, മറു സൈഡിൽ അതേ പ്രായമുള്ള കുഞ്ഞിനെ നിസ്സാര കാര്യത്തിന്റെ പേരിൽ അബോർഷൻ ചെയ്യാനും നമ്മൾ സമ്മതിക്കുകയാണ്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഒരു കേസ് തന്നെ ഇരിക്കട്ടെ. ആ പെൺകുട്ടി 5 മാസമാകുമ്പോഴാണ് അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞു വരുന്നത്. ഈ കുട്ടി ആദ്യമായിട്ടാണ് ഗർഭിണിയാവുന്നതെന്ന് കരുതുക. ഈ ആദ്യമായിട്ട് ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് അബോർഷൻ 5-ാം മാസത്തിൽ ചെയ്യുമ്പോൾ സെർവിക്സ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ ഓപ്പണിങ് അത് ഡയലേറ്റ് ചെയ്തിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉള്ളിലേക്ക് കടത്തി അങ്ങനെയാണ് ഈ കുഞ്ഞിനെ എടുത്തു കളയുന്നത്. വളരെയേറെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഈ ഒരു അബോർഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് ഗർഭപാത്രത്തിന്റെ ഉള്ളറയിൽ ചില പ്രശ്നങ്ങൾ വരാം, അഡ്ഹീഷൻസ് വരാം, ചിലപ്പോൾ ഗർഭപാത്രത്തിൽ പെനട്രേഷൻ, ചില ഹോൾസ് വീഴാം. ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പുറത്തേക്ക് കടന്നുപോയി തൊട്ടടുത്തുള്ള കുടല്, യൂറിനറി ബ്ലാഡർ, മൂത്രസഞ്ചി ഇതിലൊക്കെ പോയി പിടിക്കാം. അവയ്ക്കെല്ലാം ഇഞ്ചുറി വരാം. 5 മാസമായ ഒരു കൊച്ചിനെ അബോർട്ട് ചെയ്യുമ്പോൾ വളരെയേറെ ട്രോമ, ആഘാതത്തിൽ കൂടി ആ പെൺകുട്ടി കടന്നു പോകുന്നു. ഈ അബോർഷന് ശേഷം അവള് ചിലപ്പോൾ കുറച്ചു കാലം വിശ്രമിച്ചു, അല്ലെങ്കിൽ അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് അവള് മാരീഡായി വീണ്ടും ഒന്ന് ഗർഭിണിയാകുകയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി കൂടുതൽ റെക്കറന്റ് ആയിട്ട് അല്ലെങ്കിൽ 4 മാസം അല്ലെങ്കിൽ 5 മാസം ആകുമ്പോൾ വീണ്ടും സ്വാഭാവികമായിട്ട് അബോർഷൻ ആകാനുള്ള ചാൻസ് ആണ് ആദ്യത്തെ അബോർഷൻ കഴിഞ്ഞ് ഉണ്ടാകാറ്. സാധാരണ രീതിയിൽ മാരീഡ് കപ്പിള് ആദ്യത്തെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞു വരുമ്പോൾ 99% ഗൈനക്കോളജിസ്റ്റുകളും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത പ്രഗ്നൻസി സ്കാനിങ്ങിലൊന്നും പ്രശ്നമൊന്നും കണ്ടില്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവരും അല്ലാത്തവരും എല്ലാം ഫസ്റ്റ് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ എല്ലാവരെയും തന്നെ ഉപദേശിക്കുന്നതാണ് കാണാറ്. അപ്പൊ ആദ്യത്തെ പ്രഗ്നൻസി ഒരു കാരണവശാലും നിങ്ങൾ കളയരുത് നിസ്സാര കാര്യത്തിന്റെ പേരിൽ എന്ന് പറയുന്ന അവര് തന്നെ അൺമാരീഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അടുത്ത് നേരെ തിരിച്ച് വിഭിന്നമായ ഒരു ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടിക്ക് ഫ്യൂച്ചറിൽ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പിന്നീട് ഒരു കുട്ടിയെ കൺസീവ് ചെയ്യാൻ പോലും പറ്റുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ഇതുകൊണ്ട് ബ്ലീഡിങ് വരാം, ഗർഭപാത്രം തന്നെ എടുത്തു കളയേണ്ട അവസ്ഥ വരാം. അങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും കടന്നു പോകാം. അപ്പം ഒരേ കേസിന്റെ തന്നെ 2 വശങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ ഞാൻ തിരിച്ചു വരാം ഡോക്ടർ സുമ. അനു ദേവരാജ്, നമുക്കറിയാം ഈ നിയമത്തെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്ന ഒരു വാദഗതി സ്ത്രീകളുടെ അന്തസ്സ് അല്ലെങ്കിൽ അഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം അല്ലെങ്കിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. താങ്കൾ നേരത്തെ ഈ ഗർഭാവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ നിയമം കൊണ്ടുവരാനിടയായിട്ടുള്ള കുറേ ചരിത്രം പറഞ്ഞു, കുറേ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. നമുക്കറിയാം, ഒരു ഉദാഹരണമായി ഞാൻ ചോദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. അപ്പോൾ കൊലപാതകത്തിന് തടയിടാൻ നമ്മൾ കൊലപാതകത്തെ നിയമവിധേയമാക്കുകയാണോ ചെയ്യേണ്ടത്? അത്തരമൊരു വാദഗതി വളരെ പ്രസക്തമല്ലേ? നമുക്കറിയാം, അങ്ങ് ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഗവൺമെൻറ് കുറെ കൂടി ബോധവൽക്കരണവും അല്ലെങ്കിൽ ആ മേഖലയിൽ കുറെ കൂടി സാമ്പത്തിക സഹായവും അല്ലെങ്കിൽ കുറെ കൂടി വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടി മുമ്പോട്ട് പോയാൽ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടാവുന്നതേ അല്ലേ ഉള്ളൂ. അനു ദേവരാജ്.
നമ്മൾ റേപ്പും സെക്ഷൽ അബ്യൂസും പറയുമ്പോൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് മാറി ഇന്ത്യയുടെ സാഹചര്യത്തിലോട്ട് നോക്കണം എന്നാണ് ആദ്യം പറയാനുള്ളത്. കാരണം ഇന്ന് പോലും പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഡൽഹിയിലെ ഒരു ദളിത് പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് അതിന്റെ പാരന്റ്സ് അറിയാതെ കത്തിച്ചു കളഞ്ഞത് ഒരു സംഭവം ഇപ്പോഴാണ് നമ്മൾ പത്രത്തിൽ വായിച്ചത്. ഇതുപോലെ നൂറുകണക്കിന് വിഷയങ്ങളാണ് ഓരോ ദിവസവും ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അതിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുകയോ സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെടുകയോ ജീവിക്കുന്ന പെൺകുട്ടികൾ ചിലപ്പോ ഗർഭധാരണം പ്രഗ്നന്റ് ആയി എന്ന് വരാം. ശരിക്കും പറഞ്ഞാൽ അവരോട് ഒരു റേപ്പിൽ ഉണ്ടാകുന്ന കുട്ടിയെ വളർത്താൻ പറയുന്നതല്ലേ ക്രൂരത? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു റേപ്പ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു കുട്ടിയെ എന്തർത്ഥത്തിലാണ് ഒരാളോട് വളർത്താൻ പറയുക? അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ അതൊരു ജീവനാണല്ലോ. ആ പെൺകുട്ടിയുടെ ഡിഗ്നിറ്റിയും ജീവനും ഡിഗ്നിറ്റിയും അല്ലേ എന്നുള്ളതും ഇല്ലേ? റേപ്പ് ചെയ്തുണ്ടാവുന്ന കുട്ടിക്ക് ആ കുട്ടിയെ പ്രസവിച്ച് വളർത്തുമ്പോൾ ആ കുട്ടിക്ക് ആ അമ്മയ്ക്കും കുട്ടിക്കും സമൂഹത്തിൽ നിന്ന് വെക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിനെപ്പറ്റി നമ്മൾ എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ആ കുട്ടി ഏത് തരത്തിലായിരിക്കും ഈ സമൂഹത്തിൽ വളർന്നു വരിക? ആ അമ്മ ഏത് തരത്തിലായിരിക്കും ഈ സമൂഹത്തിൽ പിന്നെ ജീവിക്കുക? നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ എന്നൊരു സംഭവം ഉണ്ട്. അത് നമ്മൾ എത്ര അവഗണിച്ചാലും ഉണ്ട്. ഈ പറഞ്ഞ അൺമാരീഡ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോഴും ഈ പറയുന്ന അതേ സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്. ഒരു അൺമാരീഡ് ആയിട്ടുള്ള കുട്ടി ഇപ്പോ റേപ്പ് അല്ലാന്ന് തന്നെ ഇരിക്കട്ടെ, ആ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളുമായിട്ട് ജീവിച്ചു, കുട്ടി ഉണ്ടായി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അയാൾ ഉപേക്ഷിച്ച് പോയി, ഡോക്ടർ പറഞ്ഞ അതേ കോഴ്സ്. ആ കുട്ടീനെ വളർത്താൻ ഈ പെൺകുട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പിന്നീടുള്ള ജീവിതവും ആ ഉണ്ടാകുന്ന കുട്ടിയുടെ ജീവിതവും എങ്ങനെയായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ എന്നും കൂടി നമ്മൾ ആലോചിക്കണ്ടേ? ഞാനതാണ് സൂചിപ്പിച്ച ദേവരാജ്. നമുക്കറിയാം അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ ഗവൺമെന്റും സമൂഹവും വളരെ അനുഭാവപൂർണമായ ഒരു കരുതലോടുകൂടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ നമുക്ക് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ. അതിന്റെ പേരിൽ നമ്മളൊരു ജീവനെ നശിപ്പിക്കുന്ന ഒരു പ്രവണത സ്വീകരിക്കുന്നത് ശരിയാണോ? ഇതിന്റെ പ്രശ്നങ്ങൾ റൂട്ടഡ് ആയിട്ട് പോകുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയിലും ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിലുമാണ്. അതൊന്നും ഈ ബോധവൽക്കരണം കൊണ്ട് പെട്ടെന്നൊന്നും മാറുന്ന ഒന്നല്ല. കാരണം ഇന്ത്യയിൽ എത്ര വർഷമായി സംവരണം തുടരുന്നുണ്ടെന്നും ഇന്നും സംവരണം തുടരാനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. അത് വേറൊരു ടോപ്പിക്കാണ്. അതുപോലെ ഈ പാട്രിയാർക്കി എന്നുള്ളത് എത്ര ഡീപ് റൂട്ടഡ് ആണെന്ന് നമുക്കറിയാം. പാട്രിയാർക്കി ആണുങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമല്ല, പെണ്ണുങ്ങളിലും ഉള്ളതാണ്. കാരണം ഈ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ എത്ര കാലം ബോധവൽക്കരണം നടത്തിയാലാണ് പോവുക? എന്റെയോ അടുത്ത കുട്ടിയുടെയോ അതിന്റെ അടുത്ത ജനറേഷനോ ഇല്ലാണ്ടായാൽ പോലും ഇതൊന്നും മാറുന്ന സംഭവമല്ല. ഇതൊക്കെ ഒരുപാട് തലമുറകൾ കഴിഞ്ഞാൽ മാത്രം മാറുന്ന ഒരു സംഭവമാണ്. കാരണം ഇത്രയും തലമുറകളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതൊന്നും മാറത്തൂല. അപ്പോ അതും കൂടി ഒരു അൺമാരീഡ് ആയിട്ട് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ റേപ്പോ സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളോ ഒക്കെ ആയിക്കോട്ടെ, അവർ പ്രസവിക്കാൻ തീരുമാനിച്ചാൽ തന്നെ പ്രസവിച്ചതിന് ശേഷം ആ കുട്ടിയും ആ പെൺകുട്ടിയും ആ കുട്ടിയും ഈ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന സ്റ്റിഗ്മയും അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. അവിടെയാണ് MTP ആക്ടിന്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ വരുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ എൽവിസ്, ദേവരാജ് ചൂണ്ടി കാണിച്ചതുപോലെ ഇപ്പം റേപ്പ് വിക്ടിം അല്ലെങ്കിൽ അൺമാരീഡ് ആയിട്ടുള്ള അമ്മ ജന്മം നൽകുന്ന കുട്ടികൾ, അവർ വളർന്നു വരുന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ദേവരാജ് ഈ MTP ആക്ടിന്റെ പ്രസക്തി ഉയർത്തി കാണിക്കുന്നത്. താങ്കൾക്ക് അതിനോട് എന്താണ് പറയാനുള്ളത്, ശ്രീ എൽവിസ്? അത് നമ്മള് ഏറ്റവും എന്താ പറയാ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാന്നൊരു കാര്യമായിട്ട് നമ്മൾ കാണും. കാരണം നമുക്ക് ഇത് സംഗതി ശരിയാണ്, ആ കുഞ്ഞ് പബ്ലിക്കലി ഉണ്ടായി വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് പബ്ലിക് അല്ലാതെ ആ കുഞ്ഞിനെയും ആ അമ്മേനെയും നമുക്ക് പ്രിസർവ് ചെയ്ത് ചെവി അറിയാതെ ഈ കുഞ്ഞിനെ ജീവിക്കാനും അമ്മയ്ക്ക് വഴിക്ക് വിടാനും പറ്റുന്ന സിസ്റ്റംസ് ഇന്നുണ്ട് ഇവിടെ. ഇന്ന് വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനാഥ പിള്ളേരുണ്ടാവും. ഇപ്പൊ ഇനി പ്രസവിച്ചതിന് ശേഷം ഇട്ടു പോകുന്ന പിള്ളേർ എത്ര ഉണ്ട് അവിടെ? അതെല്ലാം നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ആ കുഞ്ഞുങ്ങളെ നമ്മൾ കൊല്ലല്ലോ ചെയ്യും. അപ്പം ഇവിടെ അതിനൊരു സംവിധാനം ഓൾറെഡി ഉണ്ട്. നമുക്കിപ്പോ ഒരു കുഞ്ഞ് എങ്ങനെ റേപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഗ്നന്റ് ആയെന്ന് വെച്ചിട്ട് ആ കുഞ്ഞിനെ കൊല്ലാതെ ഇത് സമൂഹത്തിൽ അറിയുന്നത് നമുക്ക് ആ കുഞ്ഞിന്റെ ആ സ്ത്രീയുടെ അഭിമാനത്തൊക്കെ അതല്ലാതെ നമുക്ക് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതിനൊരു സംവിധാനം ഉണ്ട്. ആ കുട്ടീനെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പബ്ലിക്കലി കൊണ്ടുപോകണ്ട, എവിടെയെങ്കിലും മാറ്റി നിർത്തുന്നു. ആ കുഞ്ഞിന് പ്രസവിക്കാൻ സമയത്ത് കുഞ്ഞിനെ നമ്മൾ ജീവിപ്പിച്ചിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും വളർത്താൻ ഏൽപ്പിക്കുന്നു, ഈ അമ്മ പോയിക്കോട്ടെ. അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. പക്ഷെ അതിന് ഈ കുഞ്ഞിന്റെ ഈ സ്ത്രീയുടെ അഭിമാനത്തെ പ്രതി മാത്രം വേറൊരാളെ കൊല്ലുന്ന പറയുന്നത് ഒരു ന്യായമില്ല, നീതിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു യാതൊരു സംവിധാനം ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്നത് അർത്ഥമുണ്ട്. നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഈ സൊല്യൂഷൻസിലേക്ക് ഒന്നും പോകാൻ ഞാൻ തയ്യാറല്ല. ആകപ്പാടൊരു സൊല്യൂഷനേ ഉള്ളൂ, ഇതിനെ അങ്ങ് ഒഴിവാക്കുക. അത് ഒരിക്കലും ന്യായമല്ല, അത് അംഗീകരിക്കാനും പറ്റില്ല.
അപ്പൊ അതാണ് ഇന്ന് നമ്മൾ അപ്പൊ ആ പറയുന്ന വാദഗതിക്ക് ഒരു ന്യായമില്ല. കാരണം there are solution ഇവിടെ തന്നെ ഉണ്ട് ആൾക്കാർ. പ്രസക്തമാണ്, വളരെ പ്രസക്തമാണ്. ശ്രീ എൽവിസ്, ഒരു കാര്യം കൂടി, താങ്കൾ ഒരു വലിയ കുടുംബത്തിന്റെ നാഥൻ കൂടിയാണ്. നമുക്കറിയാം ഈ ഒരു ലോക്ക്ഡൌണിന്റെ അവസ്ഥയിൽ പല വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ അഭിമുഖീകരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും ഏകാന്തതയും പ്രശ്നങ്ങളുമൊക്കെ. ഇത്തരമൊരു സാഹചര്യത്തിൽ വലിയ കുടുംബത്തിന്റെ ആ ഒരു പ്രസക്തി അങ്ങൊന്ന് വിവരിക്കാമോ ശ്രീ എൽവിസ്? ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഇന്ന് ലോക്ക്ഡൌൺ മാത്രമല്ല, ലോക്ക്ഡൌൺ അല്ലാതെ തന്നെ ഈ കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിള്ളേർക്ക് ഇന്ററാക്ട് ചെയ്യാൻ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അവർക്ക് എപ്പോഴും ഒരു തുണയും പാർട്ട്നേഴ്സും വേണം. അതിപ്പോ 1-2 കുട്ടികളായാൽ പോലും ഇവരെ ഏതെങ്കിലും ഒരു ലോകത്ത് ജീവിക്കുകയാണ്. അപ്പോ ഒരു കുഞ്ഞിന്റെ മാനസികവും ആത്മീയവും അല്ലെങ്കിൽ ശാരീരികമായ ഇന്റലക്ച്വൽ എല്ലാ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് അവരുടെ പ്രായത്തിലുള്ള ആൾക്കാരായിട്ട് കളിച്ചു വളർന്നിട്ടല്ല, അവർ അപ്പനമ്മേനോട് കളിച്ചു വളർന്നിട്ടല്ല അവരുടെ ഡെവലപ്മെന്റ് ഉണ്ടാകും, അവരുടെ തരത്തിലുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ അതുണ്ട്. പക്ഷെ ഇന്ന് അത് ഏറ്റവും ഭീകരമാകുന്ന ഇപ്പം ഈ കൊറോണ വന്നപ്പോഴാണ് അത് ഭീകരമാകുന്നത്. കാരണം ഇവർക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത, പുറത്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങളുണ്ടായി. അവിടെയാണ് ഇപ്പൊ എന്റെ വീട്ടില് എനിക്ക് 14 മക്കളുണ്ട്. അതിൽ 7 പേര് മരിച്ചുപോയി, 7 പേരൊന്നും വീട്ടിലുണ്ട്. ഈ 7 പേര് കൂടുമ്പോൾ തന്നെ അവർക്ക് കൊറോണയോ അല്ലെങ്കിൽ ലോകത്ത് ഒരു ലോക്ക്ഡൌൺ അവരെ ബാധിക്കുന്നില്ല. കാരണം ദേ ആർ ഗ്രോവിങ്, അവരങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് ഇന്ന് കൊറോണ അത് ഭീകരമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കൊറോണ ഇല്ലാതെ തന്നെ ഈ 1-2 കുട്ടികളുള്ള വീടുകളിലെ പിള്ളേരുടെ അവസ്ഥകൾ വളരെ ദയനീയമാണ്. അവർക്ക് ഒന്നിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ആണെങ്കിൽ തന്നെ അവർ തമ്മിൽ കളിക്കാനൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. അപ്പൊ ഒരു 3-4-5 കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ആ ഒരാളെ സഹായിച്ചും അവരെല്ലാ തരത്തിലുള്ള വളർച്ചയും ഉണ്ടാകുന്നത് മനുഷ്യന്റെ കൂടെ വളരുമ്പോഴാണ്. അല്ലാതെ മനുഷ്യൻ ഏതെങ്കിലും കാർട്ടൂണോ സിനിമയോ അല്ലെങ്കിൽ കോമിക്കോ കണ്ടിട്ടല്ല വളരുന്നത്. ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെ ഒരു അവസ്ഥ അതാണ്. മാനസികമായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ പുറകിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കൊറോണ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എത്രയോ പിള്ളേരാണ് ഇന്ന് ഡിപ്രഷനിലേക്ക് പോകുന്നത്. കാരണം അവർക്ക് ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ജീവിതത്തിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെതായ ഒത്തിരി വൈകല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ, ദൈവം തരുന്ന കുഞ്ഞുങ്ങളുടെ, ദൈവത്തിന്റെ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ നിന്ന് മാറി മനുഷ്യന് സ്വാർത്ഥത അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഇങ്ങനെ 1-2 ഉള്ളതാണ് നല്ലത്, ഉള്ളതിനെ നന്നായിട്ട് വളർത്താം, ഉള്ളതിന് നന്നായിട്ടാണ് വളരുന്നത്, ഉള്ളത് നന്നായിട്ടല്ല വളരുന്നത്, ഉള്ളത് വളരെ പ്രശ്നങ്ങളിലൂടെയാണ് അവൾ വരുന്നത്. അപ്പൊ ഈ മാനസികമായിട്ടുള്ളതും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് എപ്പോഴും കുഞ്ഞുങ്ങൾ ആവശ്യമാണ്. ഇന്ന് എന്റെ വീട്ടില് കാണുന്ന ഒരു സാധനം അതാണ്. ഓക്കെ, തീർച്ചയായും ഞാൻ തിരിച്ചു വരും. ഡോക്ടർ സുമ, അങ്ങൊരു പ്രോ ലൈഫ് പ്രവർത്തക കൂടിയാണ്. അങ്ങോട്ട് 2 ചോദ്യം. ഒന്ന്, ശ്രീ എൽവിസ് പങ്കുവെച്ച വലിയ കുടുംബങ്ങളുടെ പ്രസക്തിയെപ്പറ്റി അങ്ങയുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചുരുങ്ങിയ വാക്കുകൾ അങ്ങേക്ക് പങ്കുവെക്കാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിസേറിയനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ നിലനിൽക്കുന്ന ചില ആശങ്കകളുണ്ട്. അതിനെപ്പറ്റിയും താങ്കൾക്ക് വ്യക്തത വരുത്താം. ഡോക്ടർ സുമ. എന്റെ അടുക്കൽ ക്ലിനിക്കിൽ വന്ന 2 ചെറിയ സംഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. പറഞ്ഞോളൂ. ഒരിക്കലും ഒരു സ്ത്രീ ഒരു കുട്ടിയെ കാണിക്കാൻ വന്നു. ഡോക്ടർക്ക് ഈ കുഞ്ഞിനെ ഓർമ്മയുണ്ടോ എന്ന് എന്നോട് ചോദിച്ചത്. എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. പക്ഷെ അമ്മയുടെ മുഖമൊക്കെ എനിക്ക് ഫെമിലിയർ ആണ്. കൂടെ 2 മൂത്ത കുട്ടികളും ഉണ്ട്. അപ്പൊ എന്നോട് പറയാണ്, ഡോക്ടറെ, ഈ കുട്ടിയെ പണ്ട് ഈ ഗർഭിണിയായിരുന്നപ്പോ ഞാൻ അബോർഷന് വേണ്ടി ടാബ്ലറ്റ്സ് ചോദിച്ച് ഡോക്ടറെ അടുത്ത് വന്ന, ഞാനൊരു പീഡിയാട്രീഷ്യനാണ്, മൂത്ത കുട്ടികളെ കാണിക്കാൻ വരുന്ന കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് ടാബ്ലറ്റ്സ് എഴുതി തരാൻ. കാരണം പീരിയഡ്സ് മിസ് ചെയ്തിട്ടുള്ളൂ, ഉടനെ തന്നെ ടാബ്ലറ്റ് കഴിച്ചാൽ അത് എഫക്റ്റീവ് ആകും എന്നുള്ളൊരു ബോധ്യം ആ സ്ത്രീക്കുണ്ട്. അങ്ങനെ അബോർഷൻ ചെയ്യാം എന്ന് വിചാരിച്ചാണ് അവർ വന്നത്. തീർത്തും പാവപ്പെട്ട ഒരു അവസ്ഥയിലുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ഞാൻ അവർക്ക് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവസാനം ഞാൻ പറഞ്ഞു, തൽക്കാലം ഗർഭിണികൾക്കുള്ള മരുന്നൊക്കെ ഞാൻ എഴുതി കൊടുത്തു, BP ഒക്കെ നോക്കി അവളെ പറഞ്ഞു വിട്ടു. നിങ്ങൾ ഇതിനെ അബോർഷൻ ചെയ്യരുത്, തൊട്ടടുത്ത ഒരു സ്ഥലമുണ്ട്, ആ ഹോസ്പിറ്റലിൽ ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടും, ഗർഭപരിചരണം പ്രസവം ഒക്കെ ഫ്രീ ആണ്, അവിടെ പോകാൻ പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ ഈ കാര്യം കുറെ ദിവസമൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ കാര്യം വിട്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം കുട്ടിക്ക് 2-3 വയസ്സായി കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വരുന്നത്. അപ്പോഴെന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ സ്ത്രീയുടെ മുഖം എനിക്ക് ഫെമിലിയർ, ആ കുട്ടിയെ എനിക്ക് അറിയില്ല. അപ്പൊ അവരെന്നോട് പറയാം, ഡോക്ടറെ, ഞാൻ അന്ന് അബോർഷൻ പറഞ്ഞപ്പോൾ ഡോക്ടർ സമ്മതിച്ചില്ല, ആ കുഞ്ഞാണിത്. അപ്പൊ അവർ പതുക്കെയായി അബോർഷൻ എന്നുള്ള വേർഡ് പോലും പറയുന്നത്. കാരണം ഈ കൊച്ചു അത് കേൾക്കരുത്, മനസ്സിലാക്കരുത്. ഈ കൊച്ചു അമ്മയുടെ മുഖത്ത് ഇങ്ങനെ തലോടുകയും ഉമ്മൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്ന് ആരും കാണിച്ചു തരുന്നത് വളരെ അപൂർവമാണല്ലോ. ആരും പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ വേറെ ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി. മൂത്ത കുട്ടിയെ ഞാൻ കാണുന്ന ഒരു കപ്പിളിന്റെ അവസ്ഥയാണത്. അവരുടെ ഭാര്യ ഈ കൊറോണ കാലത്ത് 2ാമത് ഗർഭിണിയായി. ബിസിനസ്സുകാരാണ്, ബിസിനസ് ഒക്കെ ഈ കൊറോണ കാരണം പൊളിഞ്ഞുപോയി. അതുകൊണ്ട് 2ാമതൊരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല. എന്റെ അടുത്ത് വന്ന് കുറെ വാദഗതികളൊക്കെ പറഞ്ഞു.
ഞാനിവരെ എന്താണ് അബോർഷൻ, അതിന് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്, ഇതെല്ലാം കുറേയേറെ സമയം എടുത്ത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അന്ന് സമയം കിട്ടി. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവസാനം പോകാൻ നേരത്തെ എൻ്റെ ഒരു 500 റുപ്പീസ് എടുത്ത് നീട്ടി തന്നു. ഞാൻ പറഞ്ഞ എന്താ ഇത്ര സമയം ഡോക്ടർ സ്പെൻഡ് ചെയ്തതല്ലേ, ഏതായാലും ഡോക്ടർ അബോർഷൻ ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് ഒന്നും എഴുതി തന്നിട്ടില്ല, പക്ഷെ ഇത്രയും സമയം കളഞ്ഞ കാരണം എനിക്ക് ഉള്ള സമ്മാനം. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഇത് ഒരു ജീവന്റെ വിലയാണ്, അതുകൊണ്ട് കുഞ്ഞിനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, ഡെലിവറി കഴിഞ്ഞ് കൊച്ചിനെ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊരു 4-5 മാസം കഴിഞ്ഞാണ് ഈ സ്ത്രീയെ പിന്നീട് കാണുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാൻ ഒരു മടിയായിരുന്നു, ഇവർ അബോർഷൻ ചെയ്ത് കാണുമോ ഇല്ലയോ. ഞാൻ കുറച്ച് ദിവസമൊക്കെ ഇവരെ ഓർത്ത് പ്രാർത്ഥിച്ചു, പിന്നെ നമ്മുടെ ജീവിത തിരക്കിനിടയ്ക്ക് വിട്ടുപോയി. അപ്പൊ ഇവള് അബോർഷൻ ചെയ്തിട്ടില്ല. 5 മാസം കഴിഞ്ഞു. പിന്നെ മൂത്ത കുട്ടിയെ കാണിക്കാൻ വന്നു. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ കുഞ്ഞിനെ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞതല്ലേ, ഈ കുഞ്ഞിനെ എനിക്ക് തന്നേക്കോ, നിങ്ങൾ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞ കൊച്ചാണല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അപ്പനും അമ്മയും കൂടി ഈ മിടുക്കിയായ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഈ കൊച്ചിനെ വളരെ സ്നേഹിച്ചോണ്ടാണ് പെരുമാറിയത്. അപ്പൊ എനിക്കിത് കൃത്യമായിട്ട് ഈ 2 സംഭവങ്ങളും ഒരേ ക്ലിനിക്കില് ഒരേ കൺസൾട്ടേറ്റ് റൂമില് സംഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോഴും ആ കുഞ്ഞിന്റെ മുഖം എന്റെ മനസ്സിലുണ്ട്. അപ്പൊ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. കാരണം ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എനിക്ക് കുഞ്ഞിനെ തരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മ നേരെ തിരിച്ച്, മൂത്ത ആൺകുട്ടിയാ ഈ പെങ്കൊച്ച, ഞങ്ങൾക്ക് ഈ കൊച്ചിനെ വേണം, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടറെ, ഇത് പറയാൻ പോലും അവർക്ക് ഇഷ്ടമില്ല. ഇപ്പൊ നമ്മൾ പറയും അബോർഷന് റേപ്പിന് വിധേയമായ അല്ലെ അൺമാരീഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി എന്ന്. നമുക്ക് മെഡിക്കൽ സയൻസ് പ്രകാരം അറിയാം, ഓവുലേഷൻ സമയത്ത് സ്ത്രീ പുരുഷ ബന്ധം ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടി റേപ്പിന് വിധേയമാണെങ്കിൽ പോലും ഗർഭിണിയാവുന്നുള്ളൂ. അതിനുള്ള ചാൻസ് വളരെ റെയർ ആണ്. ഒരു മാസത്തിൽ 28 ഡേയ്സ് ഉണ്ടെങ്കിൽ 4-5 ഡേയ്സ് മാത്രമേ അതിന് ചാൻസ് ഉള്ളൂ. അപ്പോഴാണ് പറയുന്നത് വളരെ ലിബറലൈസ് ചെയ്തിട്ട് ആ പെൺകുട്ടിയെ അബോർഷൻ ചെയ്യാൻ അനുവദിക്കണം, റേപ്പിന് വിധേയമായി എന്ന് കരുതി. ചിലപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു റിലേഷൻ ആയിരിക്കാം. ചില അൺമാരീഡ് പ്രഗ്നൻസി അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ധാരാളം കേസുകൾ വരാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒരു കുഴപ്പവും ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവർക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അവർ പലപ്പോഴും പറയുന്ന ഇതാണ്, ഡോക്ടറെ അവര് തമ്മിലുള്ള ഒരു റിലേഷൻ ഒരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതിന്റെ പരിണിത ഫലമാണ് ഈ കുഞ്ഞ് എന്ന്. അത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത്, കുറെ വർഷങ്ങളായിട്ട് ഇവർക്ക് തമ്മിലുള്ള റിലേഷനാണ്. ഇത്തവണ ഞങ്ങൾ ഉപയോഗിച്ച മാർഗം തെറ്റിപ്പോയി അല്ലെങ്കിൽ ചീറ്റിപ്പോയി എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പം ഒരു സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കേണ്ട അവസ്ഥയിൽ കൃത്രിമമായ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ധാർമ്മികമായി അധപ്പതിച്ചിട്ട് അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് പല അബോർഷൻസും വരാറ്. പിന്നെ എനിക്കറിയാവുന്ന കുറെ മാരീഡ് കപ്പിൾസ് അവര് പിന്നീട് നമ്മുടെ അടുത്ത് വളരെ രഹസ്യമായിട്ട് പറയും, ആ അബോർഷന് ശേഷം നമുക്ക് വളരെയേറെ വിഷമമായിപ്പോയി, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളാ, ഞങ്ങളുടെ മറ്റേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ പ്രോബ്ലംസാ. എനിക്കറിയാവുന്ന കുറെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുറെ കേസുകളിൽ അവരുടെ മക്കളുടെ വിവാഹബന്ധം പോലും പല പ്രശ്നങ്ങളായി. നമ്മൾ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. 1989 തോന്നുന്നു അമേരിക്കയിൽ ഒരു എവററ്റ് കൂപ്പ് എന്നുള്ള വ്യക്തി കണ്ടുപിടിച്ച ഒരു അവസ്ഥാവിശേഷം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് അബോർഷൻ റിഗ്രറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് അബോർഷൻ ഡിപ്രഷൻ. അബോർഷൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ മരണം വരെയും അവർക്ക് ദേഷ്യം, കുറ്റബോധം, പിടിവാശി, എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഈ അബോർഷന്റെ പരിണിത ഫലമായിട്ടുണ്ടാവും. ഈ അബോർഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ പോലും രോഗിയെ അല്ലെ ബൈസ്റ്റാൻഡറെ നമ്മളെ ആ സ്പെസിമെൻ ഒരു ട്രെയിലാക്കി കാണിക്കും. അബോർഷൻ ചെയ്ത് കഴിയുമ്പോഴും ഈ ഡോക്ടേഴ്സ് ഇത് കാണിച്ചു കൊടുക്കും, ഞങ്ങളിത് ഇതിന്റെ അകത്തുനിന്ന് ചുരണ്ടിയെടുത്ത് ഞങ്ങൾ കശാപ്പ് ചെയ്ത കുഞ്ഞാണ് എന്നും പറഞ്ഞ് ഇത് കാണിച്ചു കൊടുക്കുന്നു. ഈ കാണിച്ചു കൊടുക്കുന്ന ഈ കാഴ്ച തന്നെ പെൺകൊച്ചിന് വളരെയേറെ ആഘാതം ഉണ്ടാക്കും. ഇത് ബൈസ്റ്റാൻഡർ കാണണം. കാരണം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, കാരണം അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ ആ സ്ത്രീ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡോക്ടേഴ്സിന് അതൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ള കാര്യമാണ്. അപ്പൊ ഈ അബോർഷൻ ചെയ്യപ്പെട്ട കുഞ്ഞിന്റെ ശരീരഭാഗങ്ങളുടെ ആ സ്ഥിതി കാണുന്നത് നമ്മുടെ മനസ്സിനെ അത്രയേറെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ അബോർഷൻ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണോ? ഒരു ബക്കറ്റിൽ നിറയും ഫീറ്റസ്, ഈ അബോർഷൻ ആക്കപ്പെട്ട ശിശുക്കൾ. ഞാനൊന്ന് ഇടപെടുകയാണ്, സമയപരിമിതി ഇടപെടുകയാണ് ഡോക്ടർ സുമ. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത്. നമ്മൾ ഈ ചർച്ചയുടെ സമാപനത്തിലേക്ക് വരുന്നു. ഫാദർ ഫ്രാൻസിസ്, അവസാനമായി അങ്ങയോട്, ജീവന്റെ സംരക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളും പ്രവണതയും സമൂഹത്തിലും നമ്മുടെ ഭരണകൂടത്തിലും വർദ്ധിച്ചു വരേണ്ടതല്ലേ? അത്തരമൊരു സാഹചര്യമുണ്ടെങ്കിൽ ഇത്തരം കിരാത നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാഹചര്യം നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ ഫാദർ ഫ്രാൻസിസ്? എനിക്ക് തോന്നുന്നു നേരത്തെ ചർച്ച ചെയ്ത റേപ്പ് കൺസെപ്റ്റ്, ഒരുപക്ഷെ റേപ്പിനെതിരെയുള്ള നിയമങ്ങളാണ് കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുവരേണ്ടത്. ഒരു
1,56,00,000 കുഞ്ഞുങ്ങൾ ഒരു വർഷത്തിൽ അബോർഷൻ വിധേയമാകുന്നുണ്ട്. റേപ്പിലൂടെ ഉണ്ടാവും. അപ്പോൾ ആ റേപ്പിന്റെ കാരണം പറഞ്ഞ് അബോർഷൻ വളരെ ഫ്രീ ആയിട്ട് നടത്താനുള്ള ആ ഒരു തീരുമാനം അല്ലെങ്കിൽ നിയമം തീർച്ചയായിട്ടും അത് വീണ്ടും പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അബോർഷന് നിലനിൽക്കുന്ന കാരണങ്ങളെ കൂടുതൽ വിശകലനം ചെയ്ത് അതുപോലുള്ള നിയമങ്ങൾ ഭാരതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഇപ്പം സ്ത്രീ ആകുന്ന ഫീറ്റസിനെ തെരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടല്ലോ. അത് പലയിടത്തും ഇല്ലീഗലായിട്ട് നടത്തുന്നുമുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നിയമം വഴിയായിട്ട് വളരെ കർക്കശമായ നിയമങ്ങളിലൂടെ കൺട്രോൾ ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു ബഹുമാനവും ഇല്ലാതെ എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം, എന്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ള വാക്കിലൂടെയൊക്കെ ചിലപ്പോൾ കയറി പോകുന്നത് മറ്റൊരാളുടെ ജീവന്റെ മുകളിലുള്ള അതിക്രമവും കടന്നുകയറ്റവുമാണ് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ധാരണകൾ നമുക്കുണ്ടായേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു ആശയത്തെ പ്രത്യേകിച്ചും ഈ 50 വർഷത്തിന്റെ ഈ അവസരത്തില് കുറെ കൂടി ജനങ്ങളിലേക്ക് എത്തിച്ച് ഇതിനെപ്പറ്റി വളരെ ശക്തമായിട്ടുള്ള ചിന്താഗതികളും ആശയ രൂപീകരണവും നടത്തി ഭാരതത്തിൽ വ്യത്യസ്തമായ ഒരു സംസ്കാരം, മനുഷ്യനെ അവന്റെ ആദ്യത്തെ ഗർഭാവസ്ഥ മുതൽ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാക്കിയേ പറ്റൂ. ആർഷഭാരത സംസ്കാരങ്ങളിലൂടെ ആ നന്മകളെ തീർച്ചയായിട്ടും ഉയർത്തിപ്പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹവും ഭരണ സംവിധാനവും ആകട്ടെ നമ്മുടെ ഭാരതത്തിലുള്ളത് എന്നുള്ളത് ആശംസിക്കുന്നു. ഓക്കെ, അവസാനമായി ശ്രീ എൽവിസ് കോട്ടൂരാൻ, ഒരു ജീവന്റെ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ നാം എന്ത് ചെയ്യണം? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ എൽവിസ്. ജീവന്റെ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾ അതിന് മാതൃകയുള്ള ഒരു ഫിയർ എലമെന്റ് ഒത്തിരി ലോകത്തിലുണ്ട്. അപ്പൊ കുറെ മാതൃക കാണിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇതിനെ ഒത്തിരി തെറ്റായ അറിവുകൾ കിടപ്പുണ്ട്. ശരിയായ പഠനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിന്റെ മൂല്യവും അതിന്റെ വാല്യൂവും അതുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ, കാരണം എപ്പോഴും നെഗറ്റീവായിട്ട് കാര്യങ്ങളാണ് പറയണത്. അപ്പൊ ഇന്ത്യയിൽ നമ്മളിന്ന് ജനസംഖ്യ ഒരു വലിയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. ആക്ച്വലി അത് വലിയൊരു സാധ്യതയാണ്. ഇന്ത്യയിൽ 139 കോടി ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 139 കോടി ബ്രെയിൻ ആണ് നമ്മൾ അതിനെ കാണുന്നത്. 260 കോടി കൈകളാണ് നമ്മൾ. ഇതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അനന്ത സാധ്യതയാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ കഴിഞ്ഞ് ലോക രാജ്യങ്ങളിൽ എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ മാത്രമാണ് 65% യങ്സ്റ്റേഴ്സും. അപ്പൊ ഇതൊരു അസറ്റാണ്. ഇതാണ് ഇന്ത്യ ഇനി ലോകത്തിൽ പൊങ്ങാനുള്ള ഏക സാധ്യത. നമ്മുടെ അസറ്റ് യങ് ജനറേഷനാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളും വയസ്സായിക്കൊണ്ടിരിക്കുക. ഈവൻ ചൈന, ഇങ്ങനെ അനിൽ അംബാനി ഒരിക്കൽ പറയും, ചൈന വിൽ ബിക്കം ഓൾഡർ ഫാസ്റ്റർ ദാൻ ഇറ്റ് ബിക്കംസ് റിച്ചർ എന്ന് പറയും. സത്യമാണ്. ചൈന ലോകത്തിലെ സാമ്പത്തിക ശക്തി ആകുന്നതിന് മുമ്പ് ചൈന ഒരു വയസ്സിൻ രാജ്യമായിട്ട് മാറും. അപ്പൊ ഇതൊരു അസറ്റാണ്. ഇതാണ് ഇത് കാണിച്ചു കൊടുത്ത് ഇതിന്റെ നെഗറ്റീവ്സ് മാത്രം മനുഷ്യർക്ക് മനസ്സിലാവുന്നത്. എല്ലായിടത്തും ജനസംഖ്യ പെരുപ്പാണ്. ജനസംഖ്യയാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് റിസോഴ്സ് ഇൻ ദ വേൾഡ്. അത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാല് നമുക്കിത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഈ നെഗറ്റീവ് കുറച്ചുകൂടി ഇതുപോലത്തെ ചർച്ചകളും മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് അറിവില്ലായ്മയാണ് പ്രശ്നം. അല്ലാതെ അറിവുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് മാറ്റാവുന്നുള്ളതാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ഞാനും ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഇതൊന്നും അറിയില്ലായിരുന്നു. ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനു വേണ്ടി നിൽക്കും. ഈ കൂടുതൽ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ നമ്മൾ അവയർനെസ് കൊണ്ടുവരാം. അതാണ് അതിന് വേണ്ടത്. നമ്മൾ ചർച്ച പറഞ്ഞോളൂ. എന്നെ കാണിക്കാനായിട്ട് ഒരു 8 മാസമുള്ള ഒരു കുട്ടി വന്നത് എന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ആദ്യത്തെ പ്രഗ്നൻസി ആയിരുന്നു അത്. സ്കാനിങ്ങിൽ തലച്ചോറിന് കുഴപ്പം, ഹാർട്ടിന് കുഴപ്പമൊക്കെ കണ്ടു. അപ്പൊ അവർ അബോർഷൻ പറഞ്ഞു. പക്ഷെ ഈ പെൺകുട്ടി എന്ത് ചെയ്തു സമ്മതിക്കില്ല. പുള്ളിയുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും അബോർഷൻ ചെയ്യണമെന്നുണ്ടായി. പക്ഷെ ഈ പെൺകുട്ടിയുടെ നിർബന്ധം കാരണം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. ഡെലിവറി ആയപ്പോൾ അവള് തിരുവനന്തപുരത്ത് പോയാണ് പ്രസവിച്ചത്. ജനിച്ച ഉടനെ തന്നെ കൊച്ചിനെ ട്രിവാൻഡ്രത്ത് ശ്രീധരയിൽ കൊണ്ടുപോയി സർജറി ചെയ്തു. അത് സർജറി സക്സസ്ഫുൾ ആയി. തലച്ചോറിൽ ജനിച്ചു കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. 8 മാസമായി തന്നെ ഇരിക്കുന്ന, അത്യാവശ്യം ബാബാ എന്നൊക്കെ സംസാരിക്കുന്ന, പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന, ഡെവലപ്മെന്റ് ഒക്കെ നോർമൽ ആയിട്ടുള്ള, യാതൊരു ഫിക്സോ കുഴപ്പങ്ങളോ ഒന്നുമില്ലാത്ത
ഒരു കുഞ്ഞിനെയുമായിട്ടാണ് എന്റെ അടുത്ത് കാണാൻ വന്നത്. ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞു, കംപ്ലീറ്റ് അത് ഹീൽഡായി. 100% ആ കുട്ടി നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, നല്ല ചിരിച്ചു കളിക്കുന്ന കുട്ടി. അപ്പോൾ അവള് ആ പഴയ റിപ്പോർട്ട്സ് എല്ലാം എന്നെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്നതാണ്, വേറൊരു പേഷ്യന്റിന്റെ ബന്ധുവായത് കാരണം. അപ്പൊ എന്നോട് പറഞ്ഞു, ഡോക്ടറെ അന്ന് എന്നോട് 5ാം മാസത്തില് ഈ പ്രഗത്ഭമായ ഹോസ്പിറ്റലില് ഞാൻ സ്കാനിങ്ങിന് പോയി ചെക്കപ്പിന് പോയി പരിശോധിച്ച ആ ഹോസ്പിറ്റലിൽ എന്നോട് അബോർഷൻ പറഞ്ഞതാണ്. ഞാൻ ചെയ്തില്ല, ഞാൻ ബലം പിടിച്ചു നിന്നു, എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്റെ കൊച്ചിനെ 8 മാസമായി, 1 വയസ്സായിട്ട്, കാരണം ഈ കൊച്ചിന് സർജറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ കൊച്ചിനെ ഐസൊലേഷനിലാണ് വളർത്തുന്നത്. കാരണം അസുഖങ്ങളൊന്നും വരരുത്, പനി ജലദോഷം വരരുത്, അതുകൊണ്ട് ഞാൻ പുറത്തിറക്കിയിട്ടില്ല, വാക്സിനേഷൻ മാത്രമേ പുറത്തിറക്കിയിട്ടുള്ളൂ. 1ാം പിറന്നാളാകുമ്പോൾ ഞാൻ എന്നെ ഈ അബോർഷൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഈ കൊച്ചിനെ കൊണ്ട് ചെന്ന് അവിടുത്തെ ഡോക്ടേഴ്സിനെയൊക്കെ ഞാൻ വെല്ലുവിളിക്കും, എന്നോട് വാശിയോടെ അവൾ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല മിടുക്കിയാണല്ലോ. ഇങ്ങനെയുള്ള കുറച്ച് രോഗികൾ അങ്ങോട്ട് ചെന്ന് ഡോക്ടറോട് പറയാണ്, ഡോക്ടറെ അന്ന് അബോർഷൻ വിധിക്കപ്പെട്ട കുഞ്ഞാണ് എന്റെ കയ്യിലിരിക്കുന്നത്, ഒരു സർജറി കഴിഞ്ഞു, കുറേയേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, അതിന്റെ പേരിൽ കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ വന്നെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഞാൻ മുമ്പേ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം എനിക്ക് അന്നേരം പറയാൻ സാധിച്ചില്ല. എനിക്ക് 6 മക്കളാണ് ഭൂമിയിലുള്ളത്, 2 പേര് സ്വർഗത്തില്. 6 സിസേറിയൻ കൂടിയാണ് എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയത്. അപ്പൊ 3ാമത്തെ കൊച്ചിന് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ 9 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ 4ാമത് ഗർഭിണിയായി. അപ്പൊ ഞാൻ ചികിത്സയ്ക്ക് ചെന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. കാരണം 3ാമത്തെ കൊച്ചിനെ NIC കുറെ കിടത്തിയത് കൊണ്ട് ഉടനെ തന്നെ 4ാമത് കൺസീവ്ഡ് ആയി, അതും സിസേറിയൻ. അപ്പൊ ചെന്നപ്പം തന്നെ ഡോക്ടർ ചോദിച്ചത്, ടെർമിനേറ്റ് ചെയ്യാനല്ലേ വന്നത്, അതായത് ഇത് അലസിപ്പിക്കാൻ, അബോർഷൻ ചെയ്യാനല്ലേ വന്നത്. ഞാൻ പറഞ്ഞല്ല, കണ്ടിന്യൂ ചെയ്യാനാ. ഡോക്ടർ ഞെട്ടിപ്പോയി. നമ്മൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. 4ാമത്തെ സിസേറിയൻ കൂടി 4ാമത്തെ കുഞ്ഞിനെ എനിക്ക് പുറത്ത് എടുക്കാനായിട്ട് ഒരു ദൈവാനുഗ്രഹം ലഭിച്ചു. അന്ന് ആ തിയേറ്ററിൽ വെച്ച് ഡോക്ടേഴ്സ് എല്ലാം കളിയാക്കി, എല്ലാ വർഷവും ഇങ്ങനെ സിസേറിയൻ ഞാൻ ഇങ്ങോട്ട് വരണ്ട, ഞാൻ സ്റ്റിച്ച് ഇടുന്നില്ല, പകരം സിബ് ഇട്ട് തരാം, അപ്പൊ തന്നെ ഡോക്ടർക്ക് ഇത് തുറന്ന് കൊച്ചിനെ എടുക്കുകയും പിന്നെ അടുത്ത പ്രഗ്നൻസി സ്വീകരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം കൂടി കളിയാക്കി ചിരിച്ചു. ഞാൻ 5ാമത് വീണ്ടും കൺസീവ്ഡ് ആയി. അവിടെ ചെന്നു. എന്റെ കുഞ്ഞിന് തലച്ചോറിൽ 2 സിസ്റ്റ് വളരുന്നുണ്ടായിരുന്നു. സ്കാനിങ്ങിൽ അത് കിട്ടി. നമ്മൾ പ്രാർത്ഥനയിലൊക്കെ മുമ്പോട്ട് പോയി. 1 മാസം കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങിൽ ഈ സിസ്റ്റ് 2ഉം അപ്രത്യക്ഷമായി. അപ്പൊ ഈ സ്കാനിങ്ങിൽ ഇങ്ങനെയുള്ള സിസ്റ്റ്, കോറോപ്ലെക്സ് സിസ്റ്റ് എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ കൊച്ചിന് ജനിതക അനോമലിക്ക് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്രോമസോമൽ അനോമലിക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആംനിയോസെന്റസിസ് എന്നുള്ള ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റിൽ കുഴപ്പം കണ്ടെത്തിയാൽ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഫലമായിട്ട് ചിലപ്പോൾ അബോർഷൻ ആകാം. അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു മാർഗം അത്രേ ഉള്ളൂ. അപ്പൊ അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അബോർഷൻ ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോയി. ആ കുഞ്ഞ് നോർമലായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് 6ാമത്തെ കൊച്ചിന് സിംഗിൾ അംബിലിക്കൽ ആർട്ടറി എന്നുള്ള സ്കാൻ റിപ്പോർട്ടാണ് ആദ്യം കിട്ടിയത്. 1 മാസം കഴിഞ്ഞുള്ള സ്കാൻ റിപ്പോർട്ടിൽ ഡബിൾ അംബിലിക്കൽ ആർട്ടറി, പുക്കിൾക്കൊടിയിൽ 2 ആർട്ടറി വേണ്ടിടത്ത് 2 ഉണ്ട്. കൊച്ചിന് കുഴപ്പങ്ങളൊക്കെ കുറെ പറഞ്ഞിരുന്ന, പക്ഷെ നോർമലായിട്ട് ആ കൊച്ചിനെയും സിസേറിയൻ കൂടി ആ ഒരു ആരോഗ്യമുള്ള കൊച്ചിനെ ദൈവം തന്നു. അപ്പൊ ഈ സ്കാനിങ്ങിൽ പല പ്രശ്നങ്ങളും പറഞ്ഞ് അബോർഷൻ ചെയ്യും. ഇപ്പം പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20ാമത്തെ ആഴ്ചയിലാണ് ആംനിയോസെന്റസിസ് എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ 24 ആഴ്ചയാവും. അതുകൊണ്ടാണ് ഈ ഒരുപാട് കേസുകളിൽ ഈ അബോർഷൻ 24 വീക്സ് ചെയ്യണം എന്നുള്ള വാദം മെഡിക്കൽ ആയിട്ടുള്ള ആൾക്കാർ അത് ഉയർത്തിയത്. 24ാമത്തെ ആഴ്ചയിൽ റിസൾട്ട് വരുമ്പോൾ ക്രോമസോമൽ അനോമലി അല്ലെ പ്രശ്നം കണ്ടുപിടിച്ചാൽ അപ്പോൾ അവർക്ക് ഈ കൊച്ചിനെ അബോർട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കണം. എന്റെ 4ാമത്തെ മോൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. 4ാമത്തെ കൊച്ചിനെ എങ്ങനെയൊക്കെ ചോദിച്ചാന്നുള്ളത്. അപ്പൊ അവള് വീട്ടിൽ കിടന്നിടയ്ക്ക് വെല്ലുവിളിക്കും, എന്നെയാണോ ഡോക്ടർമാര് അബോർഷൻ ചെയ്യാൻ പറഞ്ഞത്? ഞാനിത് ആ ഡോക്ടറോട് ഇതൊക്കെ ഒന്ന് ചോദിക്കാൻ പോകും. അവളിടയ്ക്ക് ചിലപ്പോൾ വീറും വാശിയോടൊക്കെ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ പറഞ്ഞാലുള്ള പ്രായമായിട്ടില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് പറയാം, ഡോക്ടർ ഒന്ന് ചോദിച്ച കുട്ടിയാണല്ലോ. അപ്പൊ അവള് ഏത് ഡോക്ടറാണ് പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഇത് ആ വെറുപ്പും വൈരാഗ്യം ഒന്നും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. അത് ഡോക്ടർക്ക് അന്ന് 3rd സിസേറിയൻ കഴിഞ്ഞ് ആരും 4th പോകാറില്ല. അതിന്റെ റിസ്ക് ഓർത്ത് അമ്മയ്ക്ക് കുഴപ്പം വരുമെന്ന് പേടിച്ചിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. അല്ലാണ്ട് മോളെ ഉപദ്രവിക്കാൻ വേണ്ടി അല്ല എന്ന് പറഞ്ഞ് അവളെ പലപ്പോഴും ശാന്തമാക്കാറുണ്ട്. ഞാനൊന്ന് ഇടപെടുകയാണ് ഡോക്ടർ, സമയപരിമിതി മൂലം ഒന്ന് ഇടപെടുകയാണ്. തികച്ചും വളരെ രസകരവും അനേകരെ പ്രചോദിപ്പിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഡോക്ടർ സുമ പങ്കുവച്ചത്. നമ്മൾ ചർച്ച സമാപിക്കുകയാണ്. MTP ആക്ട്, ഈ ആക്ട് നിയമസാധുത നൽകിയ ഗർഭചിത്രത്തിൻ്റെ മാരകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുകയായിരുന്നു. എന്തൊക്കെ വാദഗതികൾ നിരത്തിയാലും ജീവൻ അമൂല്യമാണ്, വിലയേറിയതാണ്. അത് എന്തു വില കൊടുത്തും സംരക്ഷിക്കണമെന്ന പ്രസക്തമായ ആശയമാണ് ഈ ചർച്ച പങ്കുവെക്കുന്നത്. ഈ ചർച്ചയിൽ ക്രിയാത്മകമായി പങ്കെടുത്ത മോൺസിഞ്ഞോർ ഡോക്ടർ ഫാദർ ഫ്രാൻസിസ്, ശ്രീ എൽവിസ്, ഡോക്ടർ സുമ, അനു ദേവരാജ്, 4 പേർക്കും നന്ദി.